ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഞാൻ നേരത്തെ 1975-77 കാലഘട്ടത്തിലെ കൂത്തുപറമ്പിലെ ഒരു MLA-ക്ക് നേരിടേണ്ടി വന്ന പോലീസിന്റെ ക്രൂരമായ മർദ്ദനം അതേ സംബന്ധിച്ച് പറഞ്ഞു. ആ MLA ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ആരോപണം ഉയരുമ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ആർജവം അവിടെ കാട്ടുന്നത്. നോക്കൂ, നിക്കറിട്ട ആ പോലീസിൽ നിന്ന് സ്വന്തം ജീപ്പ് കത്തിച്ച, ഞാനത് മറന്നുപോയതാണ്, ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് അതുകൂടി ഓർമ്മപ്പെടുന്നു. സ്വന്തം ജീപ്പ്, പോലീസുകാരുടെ ജീപ്പ് കത്തിച്ച അതിഥി തൊഴിലാളികളെ ഫ്രാൻസിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് പരിഷ്കൃതമായി നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൾമിനേഷൻ പോലീസിൽ സംഭവിച്ചു. പക്ഷെ പുഴുക്കുത്തുകളുണ്ട്, അത് സ്വാഭാവികമാണ്. അതിനെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പുറത്താക്കുക എന്നതാണല്ലോ ജനാധിപത്യ പ്രക്രിയ. അതല്ലേ ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലല്ലേ ഇത് കാണേണ്ടത് എന്നതാണ് എൻ്റെ സംശയം, ശ്രീ ജേക്കബ് ജോർജ്. അതാണ് ഞാൻ പൊടിപ്പാറയോടും റജി ലൂക്കോസിനോടും ഒക്കെ ആരാഞ്ഞതും. അജിംഷാദ് പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്ക് അക്കാലത്തെ 75-77 കാലഘട്ടത്തിൽ പിണറായി വിജയൻ നേരിട്ട പീഡനം കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹം തന്നെ എന്നോട് കുറേ വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ മേലെ പെരുക്കും ആ പീഡനത്തിൻ്റെ കഥ കേട്ടാൽ. അദ്ദേഹം നിന്നുകൊണ്ടാണ്, അദ്ദേഹത്തെ നിർത്തിയിരിക്കുകയാണ്. ഇടിയാണ്, 3 പേര് ഭയങ്കര വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ഇടിക്കാൻ തന്നെ പരിശീലനം കിട്ടിയ ഭീകരന്മാരായ പോലീസുകാരാണ്. മാറി മാറി ഓരോരുത്തരും തളരുന്നത് വരെ അദ്ദേഹത്തെ ഇടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണില്ല കേട്ടോ. പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവ് വീണില്ല. അവസാനം വീഴുന്നിടം വരെ, നിലത്ത് വീഴുന്നിടം വരെ ഇടിച്ച് ഉപദ്രവിച്ചു ഭയങ്കരമായിട്ട്. ആ ആളുടെ മുമ്പിൽ ഇന്ന് കേരള പോലീസ് സല്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. അത് കേരള രാഷ്ട്രീയത്തിലെ അതിമനോഹരമായ നിമിഷങ്ങൾ. 10 വർഷം, ഇപ്പോൾ 8 വർഷമാവുന്നു. പക്ഷേ ഇതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളാൻ പറ്റത്തില്ല. പിണറായി വിജയനെപ്പോലെ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ, നേരത്തെ പൊടിപ്പാറ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അങ്ങനെ പ്രിയപ്പെട്ട പോലീസുകാർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പോലീസുകാരെ, കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും അദ്ദേഹം ഒരേ ഡിസ്റ്റൻസിലാണ് നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, K. കരുണാകരന് വത്സലന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കൂട്ടിന്. അത് വലിയ ആരോപണമാവുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ശശിയോട് പിണറായി വിജയൻ, ശശി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അല്പം താണ് കിടന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തിയത്, പൊളിറ്റിക്കൽ സെക്രട്ടറി. എനിക്കും ശശിയെക്കുറിച്ച് എനിക്ക് വിശ്വാസമാണ് വളരെ. കാരണം പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, കരുത്തനായ നേതാവാണ് പിണറായി, ഇതൊക്കെ അറിയാവുന്നയാളാണ് ശശി. പക്ഷേ ഇദ്ദേഹത്തെ, ഈ MR അജിത് കുമാറിനെ വളരെ നിർണായകമായ ആ സ്ഥാനത്തിരുത്തുന്നതിൽ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ചില മുൻ ഉദ്യോഗസ്ഥന്മാരോട്, എനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള ചില മുൻ DGPമാരോടൊക്കെ ചോദിച്ചു MR അജിത് കുമാറിനെ കുറിച്ച്. അജിംഷാദെ, അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ഉദ്യോഗസ്ഥനെ അല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. എന്ന് വെച്ചാൽ സാധാരണ ഉദ്യോഗസ്ഥന്മാർ, നമ്മൾ ജയറാം പിടിക്കൽ, ഈ അദ്ദേഹത്തിൻ്റെ മർദ്ദനമുറകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, IPS-കാരനായിരുന്നു കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിലെ DGP എന്ന നിലയ്ക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ കുടുങ്ങിപ്പോയി. അതേപോലെ കുറേ നമ്മുടെ സിബി മാത്യൂസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അദ്ദേഹം ISRO ചാരക്കേസിൽ കുരുങ്ങിപ്പോയി. ചിലപ്പം ഈ അതിബുദ്ധി കൊണ്ടായിരിക്കാം. ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമാനോ ഒരു മികവ് തെളിയിച്ചവനോ മികവുള്ളവനോ ആയിരുന്നില്ല MR അജിത് കുമാർ. അദ്ദേഹം എങ്ങനെയോ ഒരു ആ സെലക്ഷൻ ലെവലിലേക്ക് വന്നപ്പോഴത്തേക്ക് ശ്രദ്ധയിൽപ്പെട്ട് കാണും. അദ്ദേഹം ആ സ്ഥാനത്ത് കയറി. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പം കൂട്ടി, അധികാരം കൂടുതൽ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെതായ ഒരു കോക്കസ് പോലീസിലുണ്ടാക്കി. ഇതൊക്കെയാണ് അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നും മാത്രം സത്യമുണ്ടത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് എനിക്ക് അൻവറിനെ വളരെ വിശ്വാസമാണ്. വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. അതിഗംഭീരമായ ആഴത്തിലിറങ്ങിയൊരു പഠനം തന്നെ അദ്ദേഹം നടത്തി. നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അൻവർ എന്ന സാധാരണക്കാരൻ ഒരു MLA ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്,
വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. അത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു വിശദമായ ശക്തമായ ഒരു പഴുതുമില്ലാത്ത അന്വേഷണം, അതിലൂടെ കുറ്റവാളികൾ ആരൊക്കെയുണ്ടോ, ഈ MR അജിത് കുമാറിനും മറ്റേ പത്തനംതിട്ട SP-ക്കും ഒക്കെ കൂട്ടുനിന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതും വലുതുമായി എല്ലാവരും വലയിൽ വീഴ്ത്തത്തക്കവണ്ണം വളരെ വിശദമായ ഒരന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. അജിംഷാദെ.